ഇത് നമ്മൾ അരക്കേ പാം പ്ലാന്റാണ്. ഇൻഡോർ സിറ്റ് ഔട്ടിൽ വളർത്തുന്നൊരു പ്ലാന്റാണ്. മഴക്കാലം കഴിഞ്ഞ് ഇനി നമ്മൾ ഒന്ന് ശുശ്രൂഷിക്കണം. വെയിലുള്ള സിറ്റ് ഔട്ടിൽ വെച്ചത് കൊണ്ടാണ് ഇതിൽ ഇലകളൊക്കെ ചിലത് വാടിപ്പോകുന്നത്. ഇലകളിലൊക്കെ അതുപോലെ നല്ല പൊടി ഉണ്ടാകുന്നത്. തണലിൽ വരുന്ന സമയത്താണ്, തണലിൽ വളർത്തുകയാണെങ്കിൽ നമുക്കിതിൽ ഇത്ര വാട്ടവും കരിച്ചിലൊന്നും ഉണ്ടാവില്ല. ഒരു ഇൻഡോർ പ്ലാന്റുകൾ എപ്പോഴും ഷെയ്ഡിൽ വളർത്താനാണ് നമ്മൾ എപ്പോഴും ശ്രമിക്കേണ്ടത്. അതുപോലെ ഇതിലുള്ള പൊടികളൊക്കെ എപ്പോഴും നമ്മൾ തുടച്ചു കൊടുക്കണം. ഒരു 6 മാസം കൂടുമ്പോൾ പൊടികൾ തുടച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ നമ്മളതിന് മഴയുണ്ടാകുന്ന സമയത്ത് മഴയത്ത് വയ്ക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ പൊടികളൊക്കെ അങ്ങോട്ട് പോയിക്കോളും. അല്ലെങ്കിൽ അത് അലർജിക്കാവും. ഇതുപോലെ കല്ലുകളൊക്കെ മഴ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്ലാന്റിൻ്റെ ചുവട്ടിൽ നിന്ന് മാറ്റി കൊടുക്കണം. അല്ലെങ്കിൽ വെയിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യം ചൂടാവുന്നത് ഈ കല്ലുകളായിരിക്കും. അതുകൊണ്ട് തന്നെ അത് ഡയറക്റ്റായിട്ട് ആ പ്ലാന്റിൻ്റെ അടിഭാഗത്തെ ബേൺ ചെയ്യിപ്പിക്കുകയും ആ അടിഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകാൻ കാരണമാവുകയും ചെയ്യും. ഈ ഒരു ഇല തുടയ്ക്കൽ വളരെ ഫ്ലോപ്പായിട്ടുള്ളൊരു ഇല തുടയ്ക്കലാണ്. കാരണം ഇത്രയും വലിയ ഒരു ടവൽ കൊണ്ട് ഇത്രയും ചെറിയ ഇലകൾ തുടയ്ക്കേണ്ട ആവശ്യമില്ല എന്ന് പിന്നെ ഞാൻ തിരിച്ചറിഞ്ഞു. എന്തായാലും കൈകൾ കൊണ്ട് തുടച്ച് ഞാൻ ഒക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. എപ്പോഴും ക്ലീൻ ചെയ്തിട്ടുള്ള ഇൻഡോർ ലീഫുകൾ കാണുന്നതാണ് രസം. അങ്ങനെ ഈ ഒരു ചെടിയുടെ മെയിൻ്റനൻസ് ഒരു 6 മാസത്തേക്ക് പോവാം. അപ്പോൾ എന്നാൽ ശരി, ഓക്കെ, ബൈ.